Yes, welcome back to our Plus One English class. Let's learn the next lesson, The Trip of Lehorla by Gay D. Maupassant. Gay D. Maupassant. ആ റൈറ്ററുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഹീസ് എ ഫ്രഞ്ച് റൈറ്റർ. ഒരു ഫ്രഞ്ച് റൈറ്ററായ ഗേ ഡി മോപ്പസാങ് എഴുതിയ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ട്രാവൽ എസ്സേ എന്നൊക്കെ പറയാം നമുക്ക് ഈ ലെസൺ ദ ട്രിപ്പ് ഓഫ് ലേഹോള. ആ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇറ്റ്സ് എ ട്രിപ്പ്, ഇറ്റ്സ് എ ട്രാവൽ in an hot air balloon and the name of the air balloon is Lehorla. ഒരു ഹോട്ട് എയർ ബലൂൺ നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 74 ഒന്ന് നോക്കി, പേജ് നമ്പർ 81 ഒരു പിക്ചർ നമുക്ക് അവിടെ കാണാം അല്ലേ. ഒരു ഹോട്ട് എയർ ബലൂൺ, അതിന് താഴെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിൽ എയർ ബലൂണിൽ നടത്തിയ ഒരു ട്രിപ്പിനെ കുറിച്ചാണ് ഈ ലെസൺ. So this lesson is the journey in a hot air balloon from Paris to Belgium. Okay? So in this lesson, Gay D. Maupassant describes his thrilling journey in a hot air balloon from Paris to Belgium. പാരീസ് മുതൽ ബെൽജിയം വരെ ഇങ്ങനെ ഒരു ഹോട്ട് എയർ ബലൂണിൽ ഈ ഗേ ഡി മോപ്പസാങ്, ഫ്രഞ്ച് റൈറ്ററായ ഗേ ഡി മോപ്പസാങ്ങും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സും. ആ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈ സ്റ്റോറിയിൽ വരുന്നുണ്ട്. അവരുടെ പേര്, ഈ ഒരു ട്രിപ്പ്, ഈ ഒരു ട്രാവലിൻ്റെ ക്യാപ്റ്റൻ ജോവിസ്, പിന്നെ മറ്റ് മെമ്പേഴ്സ് ലെഫ്റ്റനൻറ്റ് മാലറ്റ്, എല്ലാം ഫ്രഞ്ച് നെയിമാണ് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് നെയിം ആകുമ്പോൾ അവരുടേതായ ഒരു ചെറിയൊരു ഒരു സ്ലാങ് വരുന്നുണ്ട്. ലെഫ്റ്റനൻറ്റ് മാലറ്റ്, മോൺഷ്യ എറ്ററൈൻ ബയർ, മോൺഷ്യ പോൾ ബെസൻറ്റ്, ദെൻ ഗേ ഡി മോപ്പസാങ്, ദിസ് നറേറ്റർ ഓർ ദ റൈറ്റർ. ഇത്രയും ആൾക്കാർ ഈ ഒരു ഹോട്ട് എയർ ബലൂണിൽ നടത്തിയ ഒരു റൈഡ്, ഒരു ട്രാവലിനെ കുറിച്ചാണ് ഇതൊരു സ്റ്റോറി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ എസ്സേ, ഒരു യാത്രാ വിവരണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഓടിച്ച് വായിച്ച് ഓരോരോ സമ്മറിയായിട്ട്, പാരഗ്രാഫിൻ്റെ സമ്മറിയാണ് ഇതിൽ തരുന്നത്. പിന്നെ നമുക്ക് ഈ ലെസൺ ബേസ് ചെയ്ത് ചോദിക്കാവുന്നത് ലൈവ് ടി വി റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. ലൈവ് ടി വി റിപ്പോർട്ട് അത് ഈ എയർ ബലൂൺ ഇങ്ങനെ ആദ്യം നമ്മൾ യാത്ര തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും അല്ലേ, എങ്ങനെയായിരിക്കും യാത്ര, പിന്നെ നമ്മളിങ്ങനെ ഒന്ന് ആ ഫ്ലൈറ്റിൽ കയറുന്നത് വരെയുള്ള ആ ഒരു ടെൻഷൻ അല്ലേ. പിന്നെ കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കും, പിക്ചർ എടുക്കും. പിന്നെ നമ്മളത് യാത്ര കഴിഞ്ഞിട്ട് പലർക്കും നമ്മളത് സെൻഡ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ ഇറങ്ങുമ്പോൾ അതൊരു എക്സ്പീരിയൻസാണ്. ഈ ട്രിപ്പിലും ഗേ ഡി മോപ്പസാങ്ങിൻ്റെ ഈ ട്രിപ്പ് ഓഫ് ലേഹോള മനസ്സിലായല്ലോ. ലേഹോള ഇസ് ദ നെയിം ഓഫ് ദ എയർ ബലൂൺ. ആ ഹോട്ട് എയർ ബലൂണിൻ്റെ പേരാണ് ലേഹോള. അപ്പോൾ ഈ എയർ ബലൂണിൻ്റെ ടേക്ക് ഓഫ്, അതിങ്ങനെ താഴെ നിന്ന് അങ്ങനെ എടുക്കുമ്പോൾ അല്ലെ, ടേക്ക് ഓഫ്, അതൊന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ്, പിന്നെ അതിൻ്റെ ആ ഒരു യാത്ര, ഏറിയൽ വ്യൂ, അതിങ്ങനെ ആകാശത്തൂടെ പോകുമ്പോൾ താഴെ എന്തൊക്കെ കാണുന്നു, കേൾക്കുന്നു, ആ കാര്യങ്ങളെക്കുറിച്ചൊരു ചോദിക്കാം. പിന്നെ അതിൻ്റെ ലാൻഡിങ്. അപ്പോൾ ഈ ആൻസേഴ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ടേക്ക് ഓഫ് ഓഫ് ലേഹോള, ലാൻഡിങ് ഓഫ് ലേഹോള, പിന്നെ ഏറിയൽ വ്യൂ, ആ ഒരു ഏറിയൽ വ്യൂ, പിന്നെ അതിലെ ക്യാരക്ടർ സ്കെച്ച് ക്യാപ്റ്റൻ ജോവിസ്, അതൊക്കെ അപ്ലോഡ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു സമ്മറി അറിഞ്ഞിരുന്നാൽ മതി. സമ്മറി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഇത് ബേസ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാം. ഇപ്പം ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ടി വിയിൽ ചില എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം നടക്കുമ്പോൾ ടി വിയുടെ ആൾക്കാർ, റിപ്പോർട്ടേഴ്സ് പോയി ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈവ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ, ദാറ്റ് ഈസ് ദ പ്രസൻറ്റ് ഫോം. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും നറേറ്റ് ചെയ്യുന്നത്. അതാണ് ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഞാൻ ഓടിച്ച് പറയുകയാണ്. പേജ് നമ്പർ 78. എല്ലാവരും ടെക്സ്റ്റ് കയ്യിൽ വെച്ചേക്കുക. ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ടെക്സ്റ്റിൽ നിങ്ങളത് നോട്ട് ചെയ്യുക. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? The Trip of Lehorla by Gay D. Maupassant. He is a French writer. On the morning of July 8th, I received the following telegram. Fine day, always my predictions. Belgian frontier, baggage and servants leave at noon at the social session. Beginning of maneuvers at 3. So I will wait for you at the works from 5 o'clock on Jovis. See?
അപ്പോൾ ഈ സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ട്രാവലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടെലഗ്രാം കിട്ടിയതിനെ കുറിച്ചാണ് അല്ലേ. ഓൺ ദ മോർണിംഗ് ഓഫ് ജൂലൈ 8th ഐ റിസീവ്ഡ്, ഐ മീൻസ് ദ റൈറ്റർ. ആരാണ് ഇതിലെ റൈറ്റർ? ഗെയ്ദി മോബസാൻ. അദ്ദേഹത്തിനൊരു ടെലഗ്രാം കിട്ടി. ടെലഗ്രാം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ മെസ്സേജിങ് ആണ്. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിലൊരു മെസ്സേജ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഒരു ഓഡിയോ മെസ്സേജ് ഇടും. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. എന്താ മെസ്സേജ് എന്താ? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ മനോവ്യ മീൻസ് പ്രോഗ്രാം, നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് 3 o'clock. അവിടെ വരിക, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ. അറ്റ് ദ വർക്ക്സ് ഫ്രം 5 o'clock ഓൺ ജോയിസിനാണിത്. ജോയിസ് ഈ ട്രിപ്പിൻ്റെ ക്യാപ്റ്റനാണ് ജോയിസ്. At 5 o'clock sharp, I entered the gas works of La Villette. The balloon is lying in the courtyard and has the appearance of a cake made of yellow cloth, flat on the ground under a rope. When I reached there, the writer reached there, he saw, and that place is La Villette. എയർ ബലൂൺ നമ്മുടെ കയ്യിൽ ബലൂൺ അറിയാമല്ലോ, നമ്മൾ ബലൂൺ വെറുതെ അങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ അതിലോട്ട് നമ്മൾ എയർ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴാണ് അത് വലിയ ബലൂണായി മാറുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെയാണ് ആ പ്ലേസിൽ ലാ വില്ലറ്റ്, അവിടെയാണ് ഈ എയർ ബലൂണിന് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ ദ ബലൂൺ ഈസ് ലൈങ് ഇൻ ദ കോർട്ട്യാർഡ് ആൻഡ് ഹാസ് ദ അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് പോലെയാണ് തോന്നിയത്. ദാറ്റ് ഈസ് ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട് അണ്ടർ എ റോപ്പ്. ഒരു റോപ്പിനടിയിൽ, അണ്ടർ എ റോപ്പ് അല്ലെ, റോപ്പിനടിയിലായിട്ട് ഒരു ഫ്ലാറ്റായ ഒരു കേക്ക്, യെല്ലോ ക്ലോത്തിലുള്ള ഒരു കേക്ക് പോലെയാണ് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ ഈ പോമൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് അല്ലെ. ലൈക്ക് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കും വിച്ച് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സിമിലി. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് ദ ഓഥർ കമ്പയർ ദ ബലൂൺ ടു? ഈ ബലൂണിനെ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ദ ഓഥർ കമ്പയേഴ്സ് ദ ബലൂൺ ടു എ കേക്ക് ഓഫ് യെല്ലോ ക്ലോത്ത്. Okay, that is flat on the ground under a rope. Next page number 79. 200 or 300 people are looking at it, sitting or standing, and some are examining the basket, a nice little square basket for a human cargo, bearing on its side in gold letters on a mahogany plate the words Lehorla. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു വലിയൊരു സംഭവം നടക്കാൻ പോവാണ്, എയർ ബലൂൺ അല്ലേ. ആകാശത്തോടൊരു വലിയ ബലൂണിൽ അതിൻ്റെ താഴെ ഒരു ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്ത് ആ ബാസ്ക്കറ്റിൽ 4-5 ആൾക്കാർ കയറി നിന്ന് ഒരു എയർ റൈഡ് നടക്കുമ്പോൾ, ഒരു വലിയ സംഭവം നടക്കുമ്പോൾ അത് പത്രവാർത്തയാവും. അതുപോലെ TV ചാനൽസിൽ നിന്നൊക്കെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ഒരാളായിട്ട് ആ ഒരു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ലേഹോള എന്ന് പറയുന്ന ഈ എയർ ബലൂൺ അതങ്ങനെ എയറിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരാൾ റിപ്പോർട്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ TV-യിലേക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ വന്ന് നിന്നിട്ട് പറയും അല്ലേ, ഹായ് ഗായ്സ്, അല്ലെങ്കിൽ ഹലോ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ അല്ലേ. എന്നിട്ട് നമ്മളിവിടെ പ്രസൻറ്റ് ഫോമിൽ പറയും ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നമ്മളൊരു ചരിത്രത്തിന് സാക്ഷികളാകാൻ പോവുകയാണ് അല്ലേ. ദ ട്രിപ്പ് ഓഫ് ലേഹോള അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അല്ലെ, ദാറ്റ് വുഡ് ബി റിട്ടൺ ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ് ഇൻ ദ ഏനൽസ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ താളുകളിൽ അത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇത് ഗോൾഡൻ ലെറ്റേഴ്സിൽ കുറിച്ചിടപ്പെടാൻ പോവുകയാണ്. അത് ഞാൻ ആ ലെറ്റർ ലൈവ് TV റിപ്പോർട്ടിൽ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ എന്താ, നൗ ദ ബലൂൺ ഈസ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്, ഇറ്റ് ഈസ് ലൈക്ക് a cake that is made of yellow cloth that is flat on the ground under a rope. പിന്നെ നമ്മൾ ഈ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും അല്ലേ, ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചുറ്റും എന്തൊക്കെ കാണുക? 200 or 300 people are looking at it. കുറേ പേര് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് വളരെ ആങ്ഷ്യസ് ആയിട്ട്. 200 or 300 people are looking at it, sitting or standing, and some are examining the basket. A nice little square basket for a human cargo. Human cargo എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ലിറ്റിൽ സ്ക്വയർ ബാസ്ക്കറ്റ്. ബെയറിങ് ഓൺ ഇറ്റ് സൈഡ് ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ്. ആ ബാസ്ക്കറ്റിൻ്റെ സൈഡിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ഓൺ എ മഹാഗണി പ്ലേറ്റ്. ഒരു മഹാഗണി പ്ലേറ്റിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ ആ ബാസ്ക്കറ്റിൻ്റെ പുറത്ത് ബാസ്ക്കറ്റിൻ്റെ ആ
അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ലേഹോള. ലേഹോള എന്നാണ് ആ ബാസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ എയർ ബലൂണിൻ്റെ പേര്. Suddenly the people begin to stand back, for the gas is beginning to enter into the balloon through a long tube of yellow cloth, which lies on the soil, swelling and undulating like an enormous worm. അല്ലേ? അപ്പോൾ നമ്മൾ ലൈവായിട്ട് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചേക്കുക. ഫോക്കസ് ഏരിയ ലെസൺ ആണോ നോൺ ഫോക്കസ് ഏരിയ ലെസൺ ആണോ അങ്ങനെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. അപ്പോൾ ഫോക്കസ് ഏരിയ വന്നാലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഇപ്പോൾ +2 പറഞ്ഞേക്കുന്നത്, അതായത് +2 പറഞ്ഞേക്കുന്നത് തന്നെയാണ് നമുക്ക് +1 ബാധകം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫോക്കസ് ഏരിയ കുറച്ച് ഫോക്കസ് ചെയ്യാൻ തന്നാലും നമ്മൾ അത് മാത്രം പഠിച്ചാൽ നമുക്ക് ഇപ്രാവശ്യം മാർക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാം പഠിച്ചേക്കുക കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചാലേ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പടി അങ്ങ് എഴുതാം. എന്താ, ദ പീപ്പിൾ ബിഗിൻ ടു സ്റ്റാൻഡ് ബാക്ക്, അല്ലേ? ആൾക്കാർ ഇച്ചിരി ബാക്കിലോട്ട് പോയി. ഫോർ ദ ഗ്യാസ് ഈസ് ബിഗിനിങ് ടു എൻറ്റർ ഇൻ ടു ദ ബലൂൺ ത്രൂ എ ലോങ് ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത്, അല്ലേ? ഗ്യാസ് ഫില്ല് ചെയ്ത് തുടങ്ങി. which lies on the soil, swelling and undulating. Undulating means moving. Now, അപ്പോൾ ആ ബലൂണിലേക്ക് ഗ്യാസ് കയറുന്നതനുസരിച്ച് the balloon is moving, undulating like an enormous worm. Enormous means very big worm. ഒരു വലിയൊരു worm ഇങ്ങനെ മൂവ്, അതിനകത്ത് എയർ കയറുമ്പോൾ അതിങ്ങനെ ഒരു worm മൂവ് ചെയ്യുന്നത് പോലെയാണ് ഈ ബലൂണിൽ എയർ കയറിയപ്പോൾ ഇങ്ങനെ മൂവിങ്. But another thought, another picture occurs to every mind. It is thus that nature itself nourishes being until their birth. The creature that will rise soon begins to move, and the attendants of Captain Jovis, as the Lehorla grows larger, spread and put in place the net which covers it, so that the pressure will be regular and equally distributed at every point. അപ്പോൾ ഞാൻ സമ്മറി മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ, അത് വേറെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഗ്യാസൊക്കെ കയറി എയർ ഫില്ല് ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ക്രൗഡ് ഹാസ് ബിഗൺ ടു ടോക്ക് ആൻഡ് സം മെൻ ഹു അപ്പിയർ ടു ബി സ്പെഷ്യലിസ്റ്റ് affirm with authority that we shall come down before reaching the fortifications. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെപ്പോലെയാണ് അല്ലേ, ഇങ്ങനെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ചിലരിങ്ങനെ പറയുകയാണ് ഇതങ്ങ് അത്രയൊന്നും പോവില്ല, ഏതുവരെ പോകാം, ഫോർട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചുറ്റുവട്ടം, അതുവരെ ചെന്നിട്ട് ഇങ്ങ് താഴെ പോകാൻ സാധ്യതയുണ്ട്. Several other things have been criticized in this novel type of balloon with which we are about to experiment with so much pleasure and success. Meanwhile, the balloon is growing slowly but surely. അല്ലേ? അപ്പോൾ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാണ്. ബട്ട് മീൻ വൈൽ, അതേസമയം ദ ബലൂൺ ഈസ് ഗ്രോയിങ് സ്ലോലി ബട്ട് ഷുവർലി, അല്ലേ? ആ ബലൂൺ ഇങ്ങനെ വീർത്ത് ആ എയർ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ബലൂൺ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. While Captain Jovis and his assistants are busy with the last details, the travelers go to dine in the canteen of the gas works according to the established custom. എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രീതി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവാണ്, അങ്ങ് മുകളിൽ ഈ ബലൂണിലൊക്കെ കയറിയിരിക്കുമ്പോൾ അവർക്ക് കഴിക്കണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കഴിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഈ യാത്രക്കാർ, അല്ലേ, ഇതിൽ യാത്ര ചെയ്യുന്ന ഒത്തിരി ആൾക്കാരല്ല, കുറച്ച് പേരേ ഉള്ളൂ. അത് ആരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം ചോദിച്ചതാണ് ഈ എയർ ബലൂണിലെ ട്രാവലേഴ്സ്, അവരുടെ പേര് പറയൂ. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒരു ഡൈൻ, ദാറ്റ് മീൻസ് ഒരു ചെറിയൊരു സ്നാക്സും കുറച്ചൊക്കെ കഴിക്കുന്നതിന് വേണ്ടി പോയി. When we come out again, the balloon is so swaying. Swaying means that is അങ്ങനെ മൂവിങ് ആണ്. Enormous and transparent. ബലൂൺ ട്രാൻസ്പാരൻ്റ് ആണ്. ട്രാൻസ്പാരൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. A prodigious golden fruit. Prodigious means very big. A prodigious golden fruit, a fantastic pear which is still ripening, covered by the last rays of the setting sun. കണ്ടോ? അപ്പോൾ ഈ ഒരു സെറ്റിംഗ് സൺറൈസ്, സൂര്യൻ ഉദിക്കുക, സൺസെറ്റ് മീൻസ് വൈകുന്നേരം. അപ്പോൾ അത് വൈകുന്നേരം ഈവനിങ് ടൈമാണ്. അപ്പോൾ സൂര്യൻ്റെ അസ്തമിക്കുന്ന ആ ഒരു ലൈറ്റൊക്കെ തട്ടി അതൊരു ഏതുപോലെ തോന്നുകയാണ്. ഇപ്പോൾ അനദർ കമ്പാരിസൺ. The writer says, now the balloon is compared with a prodigious golden fruit. Prodigious means a very big golden fruit, a fantastic pear. Pear എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആപ്പിളിൻ്റെ ഷേപ്പിലിരിക്കുന്ന ഒരു യെല്ലോ കളർ ഫ്രൂട്ടാണ്. അതുപോലെ തോന്നുന്നുണ്ട് ഈ ബലൂൺ അങ്ങനെ വീർത്ത് വന്നപ്പോൾ.
Now the basket is attached. The barometers are brought. Balloon റെഡിയായി, ബലൂണിനോട് ബാസ്ക്കറ്റ് അറ്റാച്ച് ചെയ്ത് ബാരോമീറ്റേഴ്സ് ആർ ബ്രോട്ട്. ബാരോമീറ്റേഴ്സ് കൊണ്ടുവന്നു. ബാരോമീറ്റേഴ്സ് എന്തിനാണെന്നറിയാമോ? ഇവരിങ്ങനെ മുകളിലേക്ക് ബലൂൺ പോകുമ്പോൾ അവിടുത്തെ എയർ പ്രഷറൊക്കെ അല്ലേ, എത്ര പ്രഷറിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ യാത്ര ചെയ്യുന്നവർക്ക് അറിയുന്നതിന് വേണ്ടിയാണ് ബാരോമീറ്റേഴ്സ്. ദ ബാരോമീറ്റേഴ്സ് ആർ ബ്രോട്ട്. The siren which we will blow to our heart's content is also brought. Also the 2 trumpets, the eatables, the overcoats and raincoats, all the small articles that can go with the men in that flaying basket. അപ്പോൾ ബാസ്ക്കറ്റിൽ കൊണ്ടുപോകേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ ഏതൊക്കെയാണ്? ബാരോമീറ്റേഴ്സ്, 2 trumpets. ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ ബ്യൂഗിൾ പോലെ അല്ല, മുകളിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇവർക്കൊരു ഡേഞ്ചറസ് ആയ കാര്യം സംഭവിക്കുകയാണെങ്കിൽ നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ, ട്രംപറ്റ്സ്. സം ഈറ്റബിൾസ്, ഓവർകോട്ട്സ്, റെയിൻ കോട്ട്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് സാധനം. Captain Jovis is now ready and calls all the passengers. See, the captain. Who is the captain? Captain Jovis. He is ready and he called all the fellow travelers, fellow passengers. Page number 79, last paragraph. Lieutenant Mallet jumps aboard, climbing first on the aerial net between the basket and the balloon, from which he will watch during the night the movements of Lehorla across the skies as the officer on watch standing on starboard watches the course of a ship. കണ്ടോ? അപ്പോൾ ആദ്യം ക്യാപ്റ്റൻ കയറി, പിന്നെ അടുത്ത് കയറിയ ആളാരാ? ലെഫ്റ്റനൻറ്റ് മാലറ്റ്. കണ്ടോ? ഹീ ജംപ്സ് അബോർഡ്. അടുത്ത് ആദ്യം കയറിയ ആൾ ലെഫ്റ്റനൻറ്റ് മാലറ്റ്. അപ്പോൾ ഈ ആൾക്കാർ ട്രാവലേഴ്സിൻ്റെ പേര് അണ്ടർലൈൻ ചെയ്യുക. ഒന്ന് നമ്മുടെ ഈ ഒരു റൈറ്റർ ഗേ ഡി മോപ്പസാൻ. പിന്നെ ആരാ ഈ ലേഹോളയിൽ ആദ്യം കയറിയത്? ക്യാപ്റ്റൻ ജോവിസ് റെഡിയാണ്. പിന്നെ കയറിയത് ലെഫ്റ്റനൻറ്റ് മാലറ്റ്. ആ പേരൊക്കെ അണ്ടർലൈൻ ചെയ്യുക. പേജ് നമ്പർ 80, ഫസ്റ്റ് പാരഗ്രാഫ്. മോൺഷ്യ എം എന്നിട്ടിട്ടുണ്ട് അല്ലേ. എം മീൻസ് നമ്മുടെ ഇതിൽ പറഞ്ഞാൽ മിസ്റ്റർ. അപ്പോൾ ഫ്രഞ്ചിൽ പറയുന്നത് മിസ്റ്ററിന് പറയുന്നത് മോൺഷ്യ എന്നാണ്. എം എന്ന് എഴുതിയാൽ അത് മോൺഷ്യ എന്നാണ് വായിക്കുന്നത്. ദാറ്റ് മീൻസ് മിസ്റ്റർ. മോൺഷ്യ എറ്ററൈൻ ബയ, അണ്ടർലൈൻ. Monsieur Eterain Bayer gets in after him. Then comes Monsieur Paul Besant. Then Monsieur Patrice Iris. And I get in last. Here I means the writer. Who is the writer? Gay D. Maupassant. അപ്പോൾ ഇത്രയും ആൾക്കാർ കയറിയതിന് ശേഷം ലാസ്റ്റാണ് ഈ റൈറ്റർ ഗേ ഡി മോപ്പസാൻ ഈ ബലൂണിലേക്ക് അല്ലെ, ബലൂൺ മീൻസ് ആ ബലൂണിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ബാസ്ക്കറ്റിലേക്ക് കയറിയത്. അപ്പോൾ ആരൊക്കെയാണെന്നറിയാമല്ലോ? അവരുടെ പേര് Captain Joyce, Lieutenant Mallet, Monsieur Eterain Bayer, Monsieur Paul Besant, Monsieur Patrice Iris, then in the last, Gay D. Maupassant. But the basket is too heavy for the balloon considering the long trip to be taken, and Monsieur Iris has to get out, not without great regret. Undo? അപ്പോൾ എല്ലാവരും കയറിയപ്പോഴത്തേക്കും ബലൂൺ ഭയങ്കര വെയിറ്റായി. ചില ലിഫ്റ്റിൽ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചില ലിഫ്റ്റിൽ കുറേ ആൾക്കാർ കയറുമ്പോൾ ആ ലിഫ്റ്റിന് അത്രയും ആൾക്കാരെ താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പേര് പുറത്തോട്ട് ഇറങ്ങും, പിന്നെ ലിഫ്റ്റ് ബാക്കിയുള്ളവരുമായിട്ട് യാത്ര. അതുപോലെയാണ് ബാസ്ക്കറ്റിൽ ഒത്തിരി ആളായപ്പോൾ അത് ഓവർ വെയിറ്റായി. അപ്പോൾ ആരാ പുറത്തിറങ്ങി അയാളൊന്ന് വരച്ചിട്ടേക്കുക. ആരാ? മോൺഷ്യ ഐറിസ്. മോൺഷ്യ ഐറിസ് ഹാസ് ടു ഗെറ്റ് ഔട്ട്, നോട്ട് വിത്തൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. ഒരു പരിഭവമില്ലാതെ ഓക്കെ ഞാൻ മാറി നിൽക്കാം, നിങ്ങൾക്കാണെങ്കിൽ പറ്റുമോ അല്ലേ. ഇപ്പോൾ നമ്മൾ വലിയൊരു ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഒരു എയർ റൈഡ്, ആകാശത്തിലൂടെയുള്ള ഒരു യാത്ര. അതിപ്പോൾ കടലിന് പുറത്താകാം, മലയുടെ മുകളിൽ കൂടെ ആകാം അല്ലേ, എത്ര ഉയരത്തിൽ വേണമെങ്കിലും പോകാം. അപ്പോൾ അങ്ങനെ പോകാൻ ഭയങ്കര എന്താ രസകരമായി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ ആര് പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരാ പോയത്? മോൺഷ്യ ഐറിസ്. Monsieur Joliet, standing erect on the edge of the basket, begs the ladies in very gallant terms to stand aside a little, for he is afraid he may throw sand on their hats in rising. ഓക്കെ, അപ്പോൾ ഈ ബാസ്ക്കറ്റ് ബലൂൺ അങ്ങനെ ടേക്ക് ഓഫ്, അത് മുകളിലോട്ട് പോകാൻ സമയമായി. അപ്പോൾ മോൺഷ്യ ജോലിയറ്റ് പറയാണ് അല്ലേ,
അതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ലേഡീസിനോട് ഇച്ചിരി മാറിക്കുക, കാരണം ഞാൻ സാൻസ് അപ്പോൾ അതിങ്ങനെ ഇവരിങ്ങനെ ബലൂൺ മുകളിലോട്ട് പോകുമ്പോൾ ഈ ബാസ്ക്കറ്റിൽ കുറച്ച് സാൻഡ്, കല്ലും മണലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സാൻഡ് താഴേക്കിടും. സാൻഡ് താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ബലൂൺ മുകളിലോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ അപ്പോൾ അവർ പറയണം ഒന്ന് മാറിക്കോളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ലൈവ് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാം, ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, മിസ്റ്റർ ജോലിയറ്റ് ഹീ ഈസ് സ്റ്റാൻഡിങ് എറക്റ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ബാസ്ക്കറ്റ്. ഹി ബെഗ്സ് ദ ലേഡീസ് ടു സ്റ്റാൻഡ് അസൈഡ് എ ലിറ്റിൽ. കണ്ടോ, അങ്ങനെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാം. Then he commands, let it loose, and cutting with one stroke of his knife, he robs that hold the balloon to the ground. He gives Lehorla its liberty. Who gives Lehorla its liberty? കണ്ടോ, ആരാണ് ലേഹോളയ്ക്ക് ഒരു ലിബേർട്ടി കൊടുത്തത്? ലിബേർട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതങ്ങ് പോകുന്നതിന് ബലൂണിലെ എയർ ഫില്ല് ചെയ്യുമ്പോഴേക്കും ആ ബലൂണിനെ ഒരു റോപ്പ് കയറുമായിട്ട് താഴെ അറ്റാച്ച് ചെയ്ത് കെട്ടി വെച്ചേക്കും. അല്ലെങ്കിൽ ഈ ബലൂൺ എയർ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ബലൂൺ അങ്ങ് പോകും അല്ലേ. അപ്പോൾ അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പോൾ ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡിയായി, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആരാ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ആ റോപ്പ് കട്ട് ചെയ്യുന്നത്? ആ കെട്ടിയേക്കുന്ന ബലൂണും താഴെ ആയിട്ട് കെട്ടിയേക്കുന്ന ആ റോപ്പ് കയറ് കട്ട് ചെയ്യുന്നത് ആരാ? ഇവിടെ ഇപ്പോൾ പറഞ്ഞ ആളാണ്. ആരാണ്? മോൺഷ്യർ ജോലിയറ്റ്. മോൺഷ്യർ മീൻസ് മിസ്റ്റർ ജോലിയറ്റ്. Let it loose, and cutting with one stroke of his knife here the ropes that hold the balloon to the ground, he gives Lehorla its liberty. In 1 second we fly skyward. Nothing can be heard. We float, we rise, we fly, we glide. Our friends shout with glee and applaud. But we hardly hear them, we hardly see them. We are already so far, so high. കണ്ടോ, അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഈ ബലൂണിനകത്ത് നിൽക്കുന്ന ഗെയ്തി മോപ്പസാങ് പറയുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന നറേഷൻ ചോദിക്കാറുണ്ട്. സപ്പോസ് യു വെയർ വൺ അമംഗ് ദ ട്രാവലേഴ്സ് ഇൻ ദ air balloon or in the basket of Lehorla. Narrate your experience during the trip. അപ്പോൾ നിങ്ങൾ അതിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രിപ്പിനെ നറേറ്റ് മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക പറഞ്ഞാൽ ഈ ടെക്സ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് പറയാം അല്ലേ, നമ്മളെ അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം പാസ്റ്റ് ടെൻസിൽ നറേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയാം. ചിലപ്പോൾ അത് തന്നെ ലൈവായിട്ട് അവിടെ നിന്ന് നിങ്ങളോട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ അല്ലേ പറഞ്ഞാലും നമ്മൾ പ്രസൻറ്റ് ഫോമിൽ പറയണം. അതിനകത്ത് തന്നെ ബാസ്ക്കറ്റിലായിരുന്നിട്ട് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാലും അങ്ങനെയുണ്ടല്ലോ അല്ലേ. നമ്മുടെ യാത്രയിടയിൽ നമ്മൾ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് അപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് പേജ് നമ്പർ 80 മിഡിലായി കേട്ടോ, മിഡിൽ. In 1 second we fly skyward, nothing can be heard. We float, we rise, we fly, we glide. Our friends shout with glee and applaud. Glee means happy. Applaud means കൈയടി അല്ലേ. എല്ലാവരും ഇങ്ങനെ ഈ ബലൂൺ അങ്ങോട്ട് പോയതും താഴെ നിന്ന് ആൾക്കാരൊക്കെ they gave applaud. But we hardly hear them. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് സ്പീഡിൽ ബലൂൺ പോവുകയാണ് മുകളിലോട്ട്. We are already so far, so high. What? Are we really leaving these people down there? Is it possible? Paris spreads out beneath us, a dark bluish patch cut by its streets, from which rise here and there domes, towers, steeples. Then around it the plain, the country traversed by long roads, thin and white, amidst green fields of a tender or dark green and woods almost black. കണ്ടോ, അപ്പോൾ ഇവിടെ പാരീസിൽ നിന്നാണ് അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം ആ പാരീസിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അല്ലേ. സ്ട്രീറ്റ്സ്, ദെൻ ഡൂംസ്, ടവേഴ്സ്, സ്റ്റീപ്പിൾസ്, പ്ലെയിൻ, കൺട്രി, കണ്ടോ, റോഡ്സ്, തിൻ ആൻഡ് വൈറ്റ്, ഗ്രീൻ ഫീൽഡ്സ്, വുഡ്സ് മീൻസ് സ്മോൾ ഫോറസ്റ്റ്. ഇതൊക്കെ ഓൾമോസ്റ്റ് ബ്ലാക്ക്, കാരണം ഇവിടെ സന്ധ്യയ്ക്കാണ് ഇവർ പോകുന്നത്. അതൊക്കെ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇച്ചിരി ബ്ലാക്ക് പോലെ തോന്നുന്നു. The sun which we could no longer see down below now reappears. കണ്ടോ, ഇവരെ സണ്ണിനേക്കാളും മുകളിലാണ്. Which we could no longer see down below now reappears.
In fact, we can see whether we are rising or sinking only by throwing a cigarette paper out of the basket now and then. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആ പ്രഷർ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു കാറ്റനുസരിച്ച് അല്ലേ, എയർ കാറ്റനുസരിച്ച് ചിലപ്പോൾ ബലൂൺ മുകളിലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു. എങ്ങനെയാണ് അവർ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കും? കുറച്ച് സിഗരറ്റ് പേപ്പേഴ്സ് അവരുടെ ബാസ്ക്കറ്റിൽ സൂക്ഷിച്ചു, അപ്പോൾ അത് ഇങ്ങനെ താഴോട്ടിടും. അപ്പോൾ ഈ ഇടുന്ന പേപ്പേഴ്സൊക്കെ താഴോട്ട് പോകുമെന്ന് പറഞ്ഞ അർത്ഥം ബലൂൺ മുകളിലോട്ട് ബാസ്ക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ അവരിങ്ങനെ ഇടുമ്പോൾ അവരുടെ തലയിൽ തന്നെ വീഴും എന്ന് പറഞ്ഞാൽ അർത്ഥം ബാസ്ക്കറ്റ് താഴോട്ട് പോകുന്നു, അപ്പോൾ അവരിടുമ്പോൾ അവരുടെ തലയിൽ തന്നെ വീഴുന്നുണ്ട്. അങ്ങനെയാണ് ബാസ്ക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ എങ്ങനെ പോകുന്നു എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇഫ് ദിസ് paper appears to fall down like a stone, it means that the balloon is rising. If it appears to shoot skywards, the balloon is descending താഴേക്ക്, ascending മുകളിലേക്ക്. Page number 80, last paragraph. The two barometers mark about 500 meters. ഇപ്പോൾ ബാരോമീറ്ററിൽ കാണിച്ചു 500 meters. And we gaze with enthusiastic admiration at the earth we are living and to which we are not attached in any way. It looks like a colored map. കണ്ടോ, മുകളിൽ നോക്കിയപ്പോൾ ഒരു മാപ്പ് പോലെ. ഫ്ലൈറ്റിൽ പോയിട്ടുള്ളവർക്കറിയാം അല്ലേ, നമ്മളിങ്ങനെ മുകളിൽ കൂടെ പോകുമ്പോൾ താഴേക്ക് വീടൊക്കെ ചെറിയ തീപ്പെട്ടി പോലെ തോന്നും, കുഞ്ഞു കുഞ്ഞു പോലെ തോന്നും, വലിയ മരങ്ങളൊക്കെ ചെറിയ ചെടികൾ പോലെ തോന്നും, മേഘങ്ങളൊക്കെ നമുക്ക് താഴെ കൂടെ പോകുന്നതായിട്ട് ഭയങ്കര രസമാണ് അല്ലേ. അപ്പോൾ ഇവിടെ മുകളിൽ കൂടെ, പാരീസിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ അവർക്ക് തോന്നിയത് പാരീസൊക്കെ ഒരു കളേർഡ് മാപ്പ്. ഇറ്റ്സ് ലൈക്ക് എ കളേർഡ് മാപ്പ്. An immense plan of the country. Immense means a very big, ഭയങ്കരമായിട്ടുള്ളൊരു ഈ ഒരു രാജ്യം ഒരു മാപ്പ് പോലെ. All its noises, however, rise to our ears very distinctly, easily recognizable. We hear the sound of the wheels rolling in the streets, the snap of a whip, the cries of drivers, the rolling and whistling of trains, and the laughter of small boys running after one another. Every time we pass over a village, the noise of children's voice is heard above the rest and with the greatest distinctness. കണ്ടോ, അപ്പോൾ ചില സമയത്ത് അവർക്ക് ഈ താഴത്തെ ശബ്ദം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ ബാസ്ക്കറ്റ് ബലൂൺ കുറച്ച് താഴെയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് അവർ കേട്ട ശബ്ദങ്ങൾ അല്ലേ, സൗണ്ട് ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൽ കുറേ ഇമേജ് പറയുന്നുണ്ട്. വിഷ്വൽ ഇമേജ്, കാണുന്നത്, കേൾക്കുന്നതിന് നമ്മൾ പറയുന്നത് സൺറൈസ് ഓൺ ദ ഹിൽസിൽ കുറേ ഇമേജസ് പറഞ്ഞു അല്ലേ. കാണുന്ന ഇമേജ്, കാണുന്ന കാര്യങ്ങൾ വിഷ്വൽ ഇമേജ്, കേൾക്കുന്നത് ഓഡിറ്ററി ഇമേജ്. അപ്പോൾ ഇവിടെ ഓഡിറ്ററി, കേൾക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വി ഹിയർ ദ സൗണ്ട് ഓഫ് ദ വീൽസ് റോളിംഗ് ഇൻ ദ സ്ട്രീറ്റ്സ്, ദ സ്നാപ്പ് ഓഫ് എ വിപ്പ്, ചാട്ടവാറിട്ടിങ്ങനെ അടിക്കുന്നത് അല്ലേ, ഏതാ കുതിരവണ്ടിയോ അതൊക്കെ, അതിനൊക്കെയാണ്. ദ സ്നാപ്പ് ഓഫ് എ വിപ്പ്, ദ ക്രൈസ് ഓഫ് ഡ്രൈവേഴ്സ്, the rolling and whistling of trains, the laughter of small boys running after one another, then the noise of children's voice. കണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റി. Then second paragraph, the view is superb. അല്ലേ, ആ മുകളിൽ കൂടെ പോകുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൂപ്പർബ്. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സലൻ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് ഡാർക്ക് ഓൺ ദ എർത്ത് ബട്ട് വി ആർ സ്റ്റിൽ ഇൻ ദ ലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് നൗ പാസ് 10 o'clock. കണ്ടോ, വൈകുന്നേരം തുടങ്ങിയ യാത്ര ഇപ്പോൾ നൗ ഇറ്റ് ഈസ് 10 o'clock. Now we begin to hear slight country noises, the double cry of the quail. Quail means a bird in particular. Then the mewing of the cats and the barking of the dogs. ഇപ്പോൾ രാത്രിയിലെ ശബ്ദങ്ങളാണ് ഏതൊക്കെയാണ് നമ്മൾ രാത്രി സ്പെഷ്യലായിട്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ? ദ ക്രൈ ഓഫ് ദ ക്വയൽ, ദ മ്യൂവിങ് ഓഫ് ദ കാറ്റ്സ്, പൂച്ച കരയുന്നുണ്ട്, ദ ബാർക്കിംഗ് ഓഫ് ഡോഗ്സ്, പട്ടി കുരയ്ക്കുന്നുണ്ട്. Surely the dogs have scented the balloon. They have seen it and have given the alarm. രാത്രി പട്ടി എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് അതിൻ്റെ ഒരു സൗണ്ട് അലാം ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്, മുകളിൽ കൂടെ എന്തോ ഒരു കാര്യം പോകുന്നുണ്ട്, അത് പട്ടി മണത്തറിഞ്ഞു, ആൻഡ് അത് അലാം, ദാറ്റ് ഈസ് ബാർക്കിംഗ്. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. ഇവിടെ എന്താണ് അല്ലേ തിരിച്ചറിഞ്ഞ ആ ഒരു ആനിമൽ ഏതാണ്? ഡോഗ്സ്. Surely the dogs have scented the balloon. They have seen it and have given the alarm.
അവർ കണ്ടു, ശബ്ദമുണ്ടാക്കി. വി ക്യാൻ ഹിയർ ദം ബാക്കിംഗ് ഓൾ ഓവർ ദ പ്ലെയിൻ ആൻഡ് മേക്കിംഗ് ദ ഐഡൻറ്റിക്കൽ നോയ്സ് ദ മേക്ക് വെൻ ബേയിങ് അറ്റ് ദ മൂൺ. ചില സമയത്ത് പട്ടികളിങ്ങനെ മേളിൽ മൂൺ പൂർണ്ണചന്ദ്രനിലെ ചില ഷേപ്പ്, ചില ഇമേജസ് ഒക്കെ നമ്മൾ കാണുമല്ലോ, അത് നോക്കി ചില പട്ടികൾ കുരയ്ക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ മേളിൽ കൂടെ എന്തോ ഒരു അപൂർവ സാധനം പോകുന്നത്, എന്താ, ദിസ് ഹോട്ട് എയർ ബലൂൺ ലേഹോള. അപ്പോൾ ഈ ഒരു അപൂർവ സാധനം കണ്ടിട്ട് ഈ പട്ടികളിങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ്, എന്തോ ഒരു സാധനം പോകുന്നു. ദ കൗസ് ഓൾസോ സീം ടു വേക്ക് അപ്പ് ഇൻ ദ ബാൺസ്, ഫോർ വി ക്യാൻ ഹിയർ ദം ലോവിങ്. ലോവിങ് ഓഫ് ദ കൗസ്, ലോവിങ് ഓഫ് ദ കൗസ് മീൻസ് പശു ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ് ഈ അപൂർവമായ ഒരു ദൃശ്യം കണ്ടിട്ട്, സീൻ കണ്ടിട്ട്. All the beasts are scared and moved before the aerial monster that is passing. Aerial monster, ആകാശത്തോടുള്ള ഒരു ഭീകരമായൊരു മോൺസ്റ്റർ, ഭീകരജീവി. So which is the aerial monster here? That is the Lehorla, the hot air balloon. Okay, ഏതാണ് ആ aerial monster? This hot air balloon Lehorla. Okay, then പേജ് നമ്പർ 81 ഒരു ലാസ്റ്റിലെത്താറ്. The delicious odors of the soil rise towards us. Odor means smell. ഇപ്പം നമുക്ക് ആ മണ്ണിൻ്റെ മണം മൂക്കിലടിക്കുകയാണ്. The smell of hay, വൈക്കോൽ, of flowers, of the moist verdant earth. Verdant means green earth. Perfuming the air. ഈ ഭൂമിയിലെ പല മണവും നമ്മുടെ മൂക്കിലേക്ക് എത്തുകയാണ്. ഏതിൻ്റെയൊക്കെ മണങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ ഇവിടെ പറയുന്നത് സ്മെൽ, ഡെലീഷ്യസ് ഓർഡേഴ്സ് ഓഫ് ദ സോയിൽ, ഇതൊക്കെ ഓൾഫാക്ടറി ഇമേജാണ് കേട്ടോ. നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന, മണപ്പിക്കാൻ പറ്റുന്ന, മണത്തറിയാൻ പറ്റുന്ന ആ ഒരു ഫീലിങ്സാണ് ഓൾഫാക്ടറി ഇമേജസ്. അപ്പോൾ ഇവിടെ റൈറ്റർ പറയുന്ന ഓൾഫാക്ടറി ഇമേജസ് ഏതൊക്കെയാണ്? ദ സ്മെൽ ഓഫ് ഹേ, ഫ്ലവേഴ്സ്, മോയിസ്റ്റ്, ദെൻ the earth, perfuming the air, ആ എയറിൻ്റെ മണം. At times we rise and then descend. Every few minutes, Lieutenant Mallet, suspended in his cobweb of netting, says to Captain Joyce, "We are descending. Throw down half a handful." And the captain, who is talking and laughing with us, with a bag of ballast. Ballast എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റോൺസ്, കല്ലുകൾ. Between his legs, takes a handful of sand out of the bag and throws it overboard. ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റനൻറ്റ് മാലറ്റും ക്യാപ്റ്റൻ ജോയ്സും കൂടെ പറയാറുണ്ട്, നമ്മൾ മുകളിലോട്ട് പോവുകയാണോ താഴോട്ട് പോവുകയാണോ ഒന്ന് നോക്കി. അപ്പോൾ താഴ്ന്ന് കുറച്ച് സാൻഡ്സ് എടുത്തിങ്ങനെ കല്ലെടുത്തെറിയും. കല്ലിങ്ങനെ ഇടുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, കല്ല് വിടുമ്പോൾ കല്ല് താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഇപ്പോൾ കല്ലിടുമ്പോൾ നമ്മുടെ തലയ്ക്ക് വരുന്നു, അല്ലെങ്കിൽ ബാസ്ക്കറ്റിനകത്ത് തന്നെ വീഴുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇടുമ്പോൾ നമ്മുടെ തലയ്ക്ക് തന്നെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഓക്കെ, nothing is more amusing, more delicate, more interesting than the maneuvering of a balloon. കണ്ടോ, ഈ ഒരു ബലൂണിൻ്റെ ആ ഒരു കാഴ്ചയല്ലാതെ എന്തുണ്ട്? nothing is more amusing, nothing delicate, more interesting than the maneuvering of a balloon. It is an enormous toy. Enormous means very big. ഈ ബലൂണിനെ കണ്ടാൽ ഭയങ്കര ഒരു വലിയൊരു ടോയ് പോലെയുണ്ട്. ഫ്രീ ആൻഡ് ഡൊസൈൽ മീൻസ് കൺട്രോൾ. വളരെ ഫ്രീ ആണ്, പക്ഷേ അതൊരു കൺട്രോളിൽ അങ്ങനെ പോവാണ്. വിച്ച് ഒബേയ്സ് വിത്ത് സർപ്രൈസിങ് സെൻസിറ്റീവ്നെസ്. അത് ആ ഒരു കൺട്രോളിൽ പോകുന്നുണ്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 82. But it is also and before all the slave of the wind, which we cannot control. See, the air balloon, that is the slave of the wind. കാറ്റിന് അടിമയാണ് എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്നതനുസരിച്ച് പോകും. കാറ്റടിച്ച് ചിലപ്പോൾ കടലിൽ കൊണ്ടിടാൻ, കടലിൻ്റെ മുകളിലാവാം അല്ലേ. We cannot control the balloon. A pinch of sand, half a sheet of paper, 1 or 2 drops of water, the bones of a chicken which we have just eaten thrown overboard makes it go up quickly. കണ്ടോ, ഇതൊക്കെ അവർ ഇട്ട് നോക്കുന്നുണ്ട്. The earth sleeps now. രാത്രിയാണ്, എല്ലാവരും ഉറങ്ങുന്നത്. The earth sleeps now, or rather men sleep on the earth. For the beasts, awakened by the sight of our balloon, announce our approach everywhere. എല്ലാവരും ഉറക്കമാണ്, പക്ഷേ ബീസ്റ്റ് മീൻസ് ആനിമൽസ്. ഏതൊക്കെ നേരത്തെ പറഞ്ഞു? ഡോഗ്സ്, പിന്നെ കൗ. അതൊക്കെ കണ്ടിട്ട് ഈ ഒരു ഏറിയൽ മോൺസ്റ്റർ, എന്തോ ഒരു ആകാശത്തോടെ ഒരു ഭീകരജീവി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ഈ സുനാമി നടന്നപ്പോൾ ആദ്യം അത് തിരിച്ചറിഞ്ഞത്
മൃഗങ്ങളെന്നാണ് പറയുന്നത്. മൃഗങ്ങളും പക്ഷികളും ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അല്ലേ. അതുപോലെയാണ് ഇപ്പോഴും. The earth sleeps now, or rather men sleep on the earth, for the beasts awakened by the flight of our balloon announce our approach everywhere. A strong and continuous order of gas can be plainly observed. We must have encountered a current of warm air, and the balloon expands, losing its invisible blood by the escape valve. എങ്ങനെയോ ആ എസ്കേപ്പ് വാൽവിടെ ഇച്ചിരി എയർ പോകുന്നുണ്ട്. We are rising. The earth no longer gives back the echo of our trumpets. We have risen almost 2,000 feet. ട്രംപറ്റ്സിൽ ഒച്ച ഉണ്ടാക്കുന്നു, പക്ഷേ തിരിച്ച് ഒച്ച കിട്ടുന്നില്ല. അത്രയ്ക്ക് സ്പീഡിൽ ഈ എയർ ബലൂൺ മുകളിലോട്ട് പോവുകയാണ്. It is not light enough for us to consult the instruments. We only know that the rice paper falls from us like dead butterflies, that we are rising, always rising. അപ്പോൾ ഈ പേപ്പറൊക്കെ ഇട്ടപ്പോൾ ബട്ടർഫ്ലൈ പറക്കുന്നത് പോലെ അങ്ങനെ പോവുകയാണ്, നമ്മളങ്ങ് പോവുകയാണ്. We can no longer see the earth. A light mist separates us from it, and above our head twinkles a world of stars. അങ്ങ് പോയി അല്ലേ, മുകളിൽ ചെന്ന്. Now above our head twinkles a world of stars. Stars എല്ലാം twinkling. A silvery light appears before us and makes the sky turn pale, and suddenly, as if it is rising from unknown depths behind the horizon below us, rises the moon on the edge of a cloud. It seems to be coming from below, while we are looking down upon it from a great height, leaning on the edge of our basket like an audience on a balcony. Clear and round, it emerges from the clouds and slowly rises in the sky. കണ്ട, ആ ബാസ്ക്കറ്റിൻ്റെ അടുത്ത് ഈ ഓഡിയൻസിനെ ഒന്ന് നോക്കുന്നത് പോലെ ഒന്ന് നോക്കി, ബാൽക്കണി നോക്കുന്നത് പോലെ ഒന്ന് നോക്കിയപ്പോൾ ബലൂൺ അങ്ങ് ആകാശത്തേക്ക് ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. പേജ് നമ്പർ 82, ലാസ്റ്റ് പാരഗ്രാഫ്. The earth no longer seems to exist. It is buried in milky vapors that resemble a sea. We are now alone in space with the moon, which looks like another balloon traveling opposite us, and our balloon, which shines in the air, appears like another larger moon, a world wandering in the sky amid the stars through infinity. We no longer speak, think nor live. We float along through space in delicious inertia. Delicious inertia. And the right side, okay. Look at the expression delicious inertia. Can you identify the figure of speech used here? ഇവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. സിനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ മിക്സിങ് അപ്പ് ഓഫ് സെൻസേഷൻസ്, പല ഫീലിങ്സ് നമുക്ക് ഒരുമിച്ച് വരുന്നത് അല്ലേ. ഹിയർ എ മെൻ്റൽ സ്റ്റേറ്റ് ഈസ് ആട്രിബ്യൂട്ടറി ടു ടേസ്റ്റ്. ഇപ്പോൾ ഒരു ഡിലീഷ്യസ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒന്നും തോന്നുന്നില്ല അല്ലേ, നമുക്കൊരു മൂഡില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെയാണ്. ഡെലീഷ്യസ് എന്ന് പറയുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് പക്ഷേ എന്തോ ഒരു രീതിയിലാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ ഡിലീഷ്യസ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അത് സിനസ്തീഷ്യ എന്ന് പറയും. സിനസ്തീഷ്യ സ്പെല്ലിംഗ് SYNESTHESIA, സിനസ്തീഷ്യ. ചോദിക്കാറില്ല, ഒന്ന് ജസ്റ്റ് എന്നാലും അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫോമിൽ പോവുകയാണ്. പേജ് നമ്പർ 82, ലാസ്റ്റ് സെൻറ്റൻസ്. All memory has disappeared from our minds. Next page, page number 83. All trouble from our thoughts. We have no more regrets, plans, nor hopes. കണ്ട, അത്രയ്ക്കങ്ങ് മേളിലായി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു ഹോപ്പും ഇല്ല. We look, we feel, we wildly enjoy this fantastic journey. Nothing in the sky but the moon and ourselves. ഒന്നും കാണാനില്ല, മൂണും നമ്മളും പിന്നെ കുറച്ച് സ്റ്റാർസ്. Nothing in the sky but the moon and ourselves. We are a wandering, traveling world like our sisters, the planets. നമ്മളിങ്ങനെ ഒരു വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് പ്ലാനറ്റ്സ് ഉണ്ടല്ലോ, പ്ലാനറ്റ്സിനോടൊപ്പം നമ്മളൊരു പ്ലാനറ്റ് പോലെ ഇങ്ങനെ വിൻഡിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
The planets and this little world carries 5 men who have left the earth. ഈ എർത്തിൽ നിന്നും പോയ 5 ആൾക്കാർ നമ്മളും ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. And who have almost forgotten it. The barometers mark 1200 meters, then 13, 14, 1500, and the little rice papers still fall about us. കണ്ടോ, ബാരോമീറ്റർ ഇങ്ങനെ ആ ഒരു പ്രഷർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അത്രയും ഹൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. We are now at 2000 meters. We go up to 2350, then the balloon stops. We blow the siren and are surprised that no one answers us from the stars. നല്ല ഹൈറ്റിലായി സൈറൺ മുഴക്കുന്നുണ്ട്, പക്ഷേ ആരും കേൾക്കുന്നില്ല, കാരണം അത്രയ്ക്ക് ഹൈറ്റിലായി. താഴെ നിന്നും എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും അത്രയും ഹൈറ്റിലായി, ആരും കേൾക്കില്ല. വി ആർ നൗ ഗോയിങ് ഡൗൺ റാപ്പിഡ്ലി. അപ്പോഴത്തേക്കും we are now going down rapidly. Monsieur Mallet keeps crying, throw out more ballast, throw out more ballast. And the sand and stones that we throw over come back into our faces as if they are going up, thrown from below toward the stars. So rapid is our descent. കേട്ടോ, now we are descending. Descending means താഴേക്ക് പെട്ടെന്ന് ഇത്രയും ഹൈറ്റ് ചെന്നിട്ട് പെട്ടെന്ന് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു മാലറ്റ് പറയുകയാണ്, കുറച്ച് ബാലസ്റ്റ് മീൻസ് കുറച്ച് സ്റ്റോൺസ് ഇട്ട് നോക്കൂ. ഇട്ടപ്പോൾ എന്താ, നമ്മുടെ തലയ്ക്ക് തന്നെ വീഴുന്നതെന്ന് പറഞ്ഞാൽ ആ ബാസ്ക്കറ്റിലോട് നമ്മളിങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Here is the earth, where are we? It is now past midnight. കണ്ടോ, മിഡ്നൈറ്റ്, പാതിരാത്രി കഴിഞ്ഞു. And we are crossing a broad, dry, well-cultivated country. To the right is a large city, and farther away to the left is another. But suddenly from the earth appears a bright fairy light. It disappears, reappears, and once more disappears. But one hardly has time to see them as the balloon passes as quickly as the wind. കണ്ടോ, ആസ് ക്വിക്ലി ആസ് ദ വിൻഡ്, ഒരു കാറ്റ് പോലെ ബലൂൺ ഇങ്ങനെ പോവാണ് താഴേക്ക്. അപ്പോൾ താഴെ വന്നപ്പോഴേക്കും താഴെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ക്ലിയറായി. വി ആർ നൗ ക്വയറ്റ് നിയർ ദ എർത്ത് ആൻഡ് ബിയർ എക്സ്ക്ലെയിംസ്, ലുക്ക് അറ്റ് ദാറ്റ്, വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ദയർ ഇൻ ദ ഫീൽഡ്സ്. അപ്പോൾ കുറേ താഴെയായി. അപ്പോൾ ഇതിന് മോൺഷ്യ ബയർ അല്ലേ ചോദിക്കുകയാണ്, നോക്കി ആ ഫീൽഡ്സിൽ എന്താ ഓടുന്നത്? വാട്ട് ഈസ് ദാറ്റ് റണ്ണിങ് ഓവർ ദയർ ഇൻ ദ ഫീൽഡ്സ്? Isn't it a dog? Indeed, something is running along the ground with a great speed, and this something seems to jump over ditches, roads, trees with such ease that we could not understand what it might be. The captain laughs. It is the shadow of our balloon. It will grow as we descend. കണ്ടോ, അപ്പോൾ മോൺഷ ബയ ചോദിക്കുകയാണ്, എന്താ ആ ഫീൽഡിലൂടെ ഓടുന്നത്? അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത ക്യാപ്റ്റൻ പറയാണ്, ക്യാപ്റ്റൻ ജോവിസ് ലാഫ്സ് ആൻഡ് ഹി സേസ്, ഇറ്റ് ഈസ് ദ ഷാഡോ ഓഫ് അവർ ബലൂൺ. നമ്മുടെ ബലൂണിൻ്റെ ഷാഡോ ആണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇറ്റ് വിൽ ഗ്രോ ആസ് വി ഡിസെൻഡ്. അപ്പോൾ നമ്മൾ താഴേക്ക് വരുന്തോറും നമ്മുടെ ആ ബലൂണിൻ്റെ ഷാഡോ അല്ലേ വലുതാകുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പേജ് നമ്പർ 83, ലാസ്റ്റ് പാരഗ്രാഫ്. I distinctly hear a great noise of foundries in the distance, and according to the polar star which we have been observing all night, we are heading straight for Belgium. അപ്പോൾ ഇവരുടെ കയ്യിൽ നമ്മളിപ്പോൾ മാപ്പ് പോലെ ഓരോ ഡയറക്ഷൻ, നോർത്താണോ സൗത്താണോ എവിടെയായി എന്നൊക്കെ അറിയാൻ സാധിക്കും അല്ലേ. അപ്പോൾ അവരതിൽ ആ ഒരു പിന്നെ പോളാർ സ്റ്റാറിൻ്റെ ആ ഒരു ഡയറക്ഷനൊക്കെ വെച്ച് അവർ പറയാണ്, വി ആർ ഹെഡിങ് സ്ട്രേറ്റ് ഫോർ ബെൽജിയം. നമ്മൾ പാരീസിൽ നിന്നാണ് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ നമ്മളിപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? വി ആർ ഗോയിങ് ഫോർ ബെൽജിയം. ബെൽജിയത്തിലേക്കാണ്. ഈ എയർ ബലൂണിനെ കാറ്റടിക്കുന്നതനുസരിച്ച് അത് പോയി ഇപ്പോൾ ബെൽജിയത്തിലേക്ക് എത്താറായി. നെക്സ്റ്റ് പേജ് നമ്പർ 84. Our siren and our 2 horns are continually calling. We bellow. Bellow means deep sound. Deep sound. Bellow. We are now, but the balloon is going so rapidly that the bewildered man has not even time to answer us. The growing shadow of Lehorla, as large as a child's ball, is fleeing before us over the fields, roads, and woods. It goes along steadily, preceding us by about a quarter of a mile, and now I am leaning out of the basket, listening to the roaring of the wind in the trees and across the harvest fields. I say to Captain Jovis, how the wind blows. കണ്ടോ, അങ്ങനെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഹൗ ദ വിൻഡ് ബ്ലോസ്. എന്താ കാറ്റ്.
He answers, no, those are probably waterfalls. കണ്ടോ, എന്തൊരു കാറ്റെന്ന് പറയുമ്പോൾ ഭയങ്കര കാറ്റ്, അവരൊരു സ്റ്റോമിലായിപ്പോയി. അപ്പോൾ ക്യാപ്റ്റൻ ജോയ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ പറയാൻ, നല്ലൊരു ക്വാളിറ്റി. അപ്പോൾ സ്റ്റോം നടക്കുന്നെങ്കിലും ആൾക്കാർ പേടിക്കുമ്പോൾ ക്യാപ്റ്റൻ ജോയ്സ് പറയാണ്, ഇറ്റ് മേ ബി പ്രോബബ്ലി വാട്ടർഫോൾസ്, ഇത് ഒരു വാട്ടർഫോൾ, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടായിരിക്കും, അല്ലാതെ കാറ്റല്ല. I insist sure of my ear that knows the sound of the wind from hearing it so often whistle through the rigging. Then Joyce nudges me, push, എന്നെ ഒന്ന് തള്ളിയിട്ട് പറയാണ്. He fears to frighten his happy, quiet passengers, for he knows full well that a storm is pursuing us. ഒരു നല്ലൊരു സ്റ്റോം, കൊടുങ്കാറ്റ് വരുന്നുവെന്ന് ക്യാപ്റ്റൻ അറിയാമെങ്കിൽ അദ്ദേഹം പറയാണ്, നോ, ഇറ്റ്സ് നോട്ട് ദ വിൻഡ്, ബട്ട് ഇറ്റ് മേ ബി the sound of the waterfall. Suddenly, the lights of a town appear before us. Such a wonderful flow of fire appears below us that I think myself transported into some fairy land where precious stones are manufactured for giants. കണ്ടോ, ഇവിടെ താഴെ അവിടുത്തെ സ്ട്രീറ്റിലെ ലൈറ്റ് കമ്പയർ ചെയ്യാണ്. കണ്ടോ ഏതുപോലെയാ? We are transported into some fairy land where precious stones are manufactured for giants. നമ്മൾ ഈ ഫെയറി ടെയിൽസ് വായിക്കില്ലേ, അതിൽ പ്രഷ്യസ് സ്റ്റോൺസ്. അപ്പോൾ അതുപോലെ ഈ ജയൻസ് ഉണ്ടാക്കുന്ന പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ടാക്കുന്ന ഒരു ഫെയറി ലാൻഡിൽ എത്തിയതുപോലെ തോന്നി. താഴെ അത്രയ്ക്കും മനോഹരമായ ലൈറ്റ്. The clouds are gathering behind us, hiding the moon, whereas towards the east the sky is growing lighter, becoming clear blue, tinged with red. It is dawn. It is dawn. Dawn means early morning. നമ്മൾ രാത്രി മുഴുവനും ഇങ്ങനെ യാത്ര ചെയ്തു, ഇപ്പോൾ പ്രഭാതമാകാൻ പോവാണ്. It grows rapidly, now showing us all the little details of the earth, the trains, the brooks, the cows, the goats, and all this passes beneath us with a surprising speed. Cocks are crowing, but the voice of ducks drowns everything. കണ്ടോ, രാവിലെയായി കോക്സ് അല്ലേ, കോഴി കൂവുന്നുണ്ട്, പക്ഷേ വോയിസ് ഓഫ് ഡക്സ് ഡ്രൗൺസ് എവറിത്തിങ്. ഡക്സിൻ്റെ വോയിസ് അതിനേക്കാളും ഭയങ്കരമായിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ കേട്ട സൗണ്ട് ഓർമ്മയുണ്ടല്ലോ. ഇപ്പം ഞാനീ പറയുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിരുന്നാൽ അറിയാം എന്തൊക്കെ കണ്ടു കേട്ടു. പേജ് നമ്പർ 84 ലാസ്റ്റ്. The early rising peasants are waving their arms and crying to us, let yourselves drop. But we go along steadily, neither rising nor falling, leaning over the edge of the basket and watching the world fleeing under our feet. രാവിലെയായി ഫാമേഴ്സൊക്കെ അങ്ങനെ അവരുടെ ജോലിക്ക് ഇറങ്ങി. അപ്പോൾ അവരൊക്കെ വിളിക്കുകയാണ് അല്ലേ, ലെറ്റ് യുവർ സെൽഫ് ഡ്രോപ്പ്, ഇവിടെ ഇറങ്ങും, ഇവിടെ ഇറങ്ങും അല്ലേ. ഇപ്പം ഇവിടെ നമ്മളിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ താഴ്ന്നു പോയാൽ നമ്മളൊരു ഒന്ന് ഇവിടെ ഇറങ്ങിയെങ്കിൽ എന്ത് രസമാണ്, അല്ലെ ഇവിടെ ഒരു എയർ ബലൂൺ പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസിൽ ഒന്ന് ഇറങ്ങിയെങ്കിൽ എന്ത് രസമായിരുന്നേ. അതുപോലെയാണ് ഫാമേഴ്സ് വിളിക്കുകയാണ്, ലെറ്റ് യുവർ സെൽഫ് ഡ്രോപ്പ് ഹിയർ. കണ്ടോ, and indeed far ahead of us stretches a bright highway in the light of the dawning day. Yes, it looks like a river, an immense river full of islands. കണ്ടോ, താഴെ നോക്കിയപ്പോഴത്തേക്ക് ഒരു റിവർ ഫുൾ ഓഫ് ഐലൻഡ്സ് അങ്ങനെ തോന്നുകയാണ് അവർക്ക്. നെക്സ്റ്റ് പേജ് നമ്പർ 85. Get ready for the descent, cries the captain. ഓക്കെ, അപ്പോൾ ഇറങ്ങാൻ ടൈമായി. ഗെറ്റ് റെഡി ഫോർ ദ ഡിസെൻറ്റ്, നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമായി, താഴെ എത്താറായി. He makes Monsieur Mallet leave his net and return to the basket. Then we pack the barometers and everything that could be injured by possible shocks. കണ്ടോ, അപ്പോൾ ഇറങ്ങാൻ സമയം എല്ലാം റെഡി ആയിക്കോളൂ. അപ്പോൾ ഇത് വന്നിങ്ങനെ ബാസ്ക്കറ്റ് താഴെ വന്നിങ്ങനെ ഒന്ന് തട്ടുകയാണെങ്കിൽ ഇഞ്ചൂരിയസ് ആകാൻ, ദാറ്റ് മീൻസ് എന്തെങ്കിലും ചീത്തയാകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ശരിക്കും പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ബാരോമീറ്റേഴ്സൊക്കെ കറക്റ്റായിട്ട് പാക്ക് ചെയ്തു. Monsieur Besson exclaims, look at the Mars over there to the left. We are at the sea. അപ്പോൾ നോക്കിയപ്പോഴാണ് താഴെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. എവിടെയാണ്? We are at the sea, താഴെ കടൽ. Fogs have hidden it from us until then. The sea is everywhere to the left and opposite us. കണ്ടോ, അതുവരെ ഫോഗ്, മൂടൽ മഞ്ഞായതുകൊണ്ട് ശരിക്കും കണ്ടില്ല. ആ മഞ്ഞ് ലൈറ്റ് അടിച്ച് മാറിയപ്പോഴേക്കും താഴെ സീ, കടൽ. It is necessary to descend within a minute or two. The rope to the escape valve, which has been religiously enclosed in a little white bag and placed in sight of all so that no one will touch it,
is unrolled and Monsieur Ballet holds it in his hand while Captain Joyce looks for a favorable landing. കണ്ടോ, ഇനിയിപ്പോൾ ഇറങ്ങാറായി, താഴെ സീയാണ്. ക്യാപ്റ്റൻ ജോയ്സ് ഹി ലുക്സ് ഫോർ എ ഫേവറബിൾ ലാൻഡിങ്. താഴെ നല്ലൊരു ഫേവറബിൾ ആയൊരു പ്ലേസ് ഇട്ട് നമുക്ക് ലാൻഡ് ചെയ്യണം. അതിന് അവർ റോപ്പൊക്കെ ഇങ്ങനെ വലിച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. Behind us, the thunder is rumbling and not a single bird follows our mad flight. See, അതിൻ്റെ പിന്നിൽ നമുക്ക് തണ്ടർ, ഭയങ്കര ഇടിവെട്ട് കേൾക്കാം. We are passing over a canal. The basket trembles and tips over slightly. The gay rope touches the tall trees on both banks. We pass with frightful rapidly over a large farm from which the bewildered chickens, pigeons and ducks fly away, while the cows, cats and dogs run terrified toward the house. കണ്ടോ, അപ്പോൾ നമ്മളിങ്ങനെ ആ ഭാഗ്യത്തിന് ആ സീയും കടന്നടുത്തൊരു ഫാമിലെത്തി. അപ്പോൾ ഇത് കണ്ട ചിക്കൻസ്, പീജിയൻസ്, ഡക്സ് അതൊക്കെ ഫ്ലൈ അവേ. ദ കൗസ്, കാറ്റ്സ്, ഡോഗ്സ് റൺ ടെറിഫൈഡ് ടുവേർഡ് ദ ഹൗസ്. പേടിച്ച് ഈ ആനിമൽസ് എല്ലാം അതിൻ്റെ വീട്ടിലേക്ക് ഓടി. പേജ് നമ്പർ 85 ലാസ്റ്റ് എത്താറായി. ജസ്റ്റ് 1/2 bag of ballet is left. Jovis throws overboard and Lehorla flies lightly across the roof. The captain once more cries, "The escape valve!" Monsieur Mallet reaches for the rope and hangs to it. We drop like an arrow. With the slash of a knife, the cord which retains the anchor is cut, and we drag this grapple behind us through a field of beads. Here are the trees. അപ്പോൾ അവരിങ്ങനെ ആ റോപ്പ് എല്ലാം ഒന്ന് പിടിച്ച് എങ്ങനെയും ഇതൊന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ബീറ്റ്സ് മീൻസ് ബീട്രൂട്ടിൻ്റെ ഒരു ഫാം എത്തി. ഹിയർ ആർ ദ ട്രീസ്. ടേക്ക് കെയർ, ഹോൾഡ് ഫാസ്റ്റ്, ലുക്ക് ഔട്ട് ഫോർ യുവർ ഹെഡ്സ്. അല്ലേ, അപ്പോൾ ഈ മരത്തിനിടയിലൂടെ ഈ ലേഹോള താഴേക്ക് ഇറങ്ങാൻ നേരത്ത് വിളിച്ചു പറയുകയാണ്, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാം. ടേക്ക് കെയർ, ഹോൾഡ് ഫാസ്റ്റ്, എല്ലാവരും പിടിച്ചോളൂ, ലുക്ക് ഔട്ട് ഫോർ യുവർ ഹെഡ്സ്. വി പാസ് ഓവർ ദം, ദെൻ എ സ്ട്രോങ് ഷോക്ക് ഷേക്സ് us. The anger has taken hold. Look out, take a good hold, raise yourselves by your wrists. We are going to touch the ground. എല്ലാവരും വളരെ ടേക്ക് കെയർ ആയിക്കൊള്ളൂ. We are going to touch the ground. The basket does indeed strike the earth. Then it flies up again. Once more it falls and bounds upward again. കണ്ടോ, അപ്പോൾ ഇത് ലാൻഡ് ചെയ്യാൻ നേരത്തെ ബാസ്ക്കറ്റ് വന്ന് താഴെ ഇടിക്കുന്നു, മുകളിലോട്ട് പോകുന്നു, പിന്നെയും താഴെ ഇരിക്കുന്നു. കണ്ടോ. Next page, page number 86. At last, it settles on the ground while the balloon struggles madly like a wounded beast. അവസാനം ആ ബലൂൺ താഴെ സെറ്റിൽ ചെയ്തു. And it is like madly like a wounded beast. ഒരു മൃഗത്തിന് മുറിവേറ്റ ഒരു മൃഗത്തെ പോലെ ഫ്ലാറ്റായിട്ട് അങ്ങ് വീണു. Peasants run toward us. But they do not dare approach, for one cannot set foot on the ground until the bag is almost completely deflated. അപ്പോൾ ഫാമേഴ്സ് ഓടിയെന്ന്, പക്ഷെ അവർ പേടിച്ച് മാറി നിൽക്കണം. ഒരു പുതിയൊരു സംഭവമാണ് അല്ലേ. അത് ആ ബലൂൺ ഡീഫ്ലേറ്റഡ്, ഫുൾ എയർ പോയി അത് ഫ്ലാറ്റ് ആകുന്നത് വരെ അവരിങ്ങനെ നോക്കി നിന്നു. Then almost at the same time as the bewildered men, some of whom show their astonishment by jumping with the wild gestures of savages, all the cows that are grazing along the coast come towards us, surrounding our balloon with a strange and comical circle of horns, big eyes and blowing nostrils. കണ്ടോ, അപ്പോൾ ഇത് കണ്ട പേടിച്ച ആനിമൽസ് എല്ലാം വന്നു. അവരൊരു കോമിക്കൽ സർക്കിൾ ഓഫ് ഹോൺസ് വിത്ത് ബിഗ് ഐസ് ആൻഡ് ബ്ലോയിങ് നോസ്ട്രിൽസ്. ഞാനത് മണപ്പിക്കുക എന്താ സാധനമെന്ന്. With the help of the accommodating and hospitable Belgian peasants, we are able in a short time to pack up all our materials and carry it to the station in haste, where at 20 minutes past 8 we take the train for Paris. അപ്പോൾ ആ പെസൻസ് എല്ലാം വന്ന് ഹെൽപ്പ് ചെയ്തു. അവരുടെ ഹെൽപ്പോടെ നമ്മളെല്ലാം പാക്കപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബെൽജിയത്താണ് അവർ ലാൻഡ് ചെയ്തത്. ബെൽജിയത്തിൽ നിന്ന് പിന്നെ ഒരു ട്രെയിനിൽ പാരീസിലേക്ക് പോകാൻ ആ ഫാമേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ ലാൻഡിങ് ലാസ്റ്റ് ആ ഒരു അറിയാമല്ലോ, ലാസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് നടന്നെന്നുള്ളത്, അതാണ് ലൈവ് റിപ്പോർട്ട് ഓഫ് ലാൻഡിങ് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഈ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ്. The descent occurred at 3:15 in the morning. Early morning 3:15.
Thanks to Captain Joyce, thanks to this brave man, we were able to see in a single night from far up in the sky the setting of the sun, the rising of the moon, the dawn of day, and go from Paris to the mouth of the shelves through the skies. കണ്ടോ, ചുരുക്കി പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ കണ്ടത്. എന്തൊക്കെയാണ് കണ്ടത്? ലാസ്റ്റ് പറഞ്ഞതാണ്, ഇൻ എ സിംഗിൾ നൈറ്റ്, ഒറ്റ രാത്രി കൊണ്ട്, സെറ്റിംഗ് ഓഫ് ദ സൺ, rising of the moon, the dawn of day, രാവിലെ, and go from Paris to the mouth of the Chills, that is in Belgium, through skies. പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്കൊരു ഏറിയൽ ട്രിപ്പ്, സ്കൈയിലൂടെ അല്ല ഒരു യാത്രയും നടത്തി. ഇത്രയാണ് ആ ഒരു ട്രാവലോഗ് അല്ലെങ്കിൽ ട്രാവലേഴ്സേ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ലെസൺ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പേജ് നമ്പർ 87, ആക്ടിവിറ്റി 2, ലൈവ് TV റിപ്പോർട്ട് ഓഫ് ലെഹോളാസ് ടേക്ക് ഓഫ് ഓർ ലാൻഡിങ്. പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ്, നമ്മൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അല്ലേ. എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ വേണ്ട. പിന്നെ കോൺവെർസേഷൻ ചോദിക്കാം, നറേഷൻ ചോദിക്കാം. പേജ് നമ്പർ 88. അപ്പോൾ ഇതിലൊരു ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യാപ്റ്റൻ ജോയ്സ് ആൻഡ് ദ നറേഷൻ ഓഫ് ദ ഏറിയൽ വ്യൂ, ഈ രണ്ട് ആൻസറും കൂടെ ഒറ്റ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലാണ് ട്രാവൽ എസ്സേ വരുന്നത്. ഒരു എക്സലൻറ്റ് ട്രാവൽ എസ്സേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു മിടുക്കി കുട്ടി ആർദ്ര എസ് കൃഷ്ണയുടെ ഒരു ട്രാവൽ എസ്സേ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് പറ്റണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഇപ്രാവശ്യത്തെ റീവാല്യൂഷന് കുറേ പേപ്പറിലൊക്കെ ഈ സെയിം ആൻസർ കണ്ടു. സെയിം മീൻസ് കുറേ പോയിൻറ്റ്സ്, അതിൽ സെയിം സെൻറ്റൻസസ് ഒക്കെ കണ്ടു. നല്ലതാണ്. അപ്പോൾ ആ ട്രാവൽ എസ്സേയുടെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ട്രാവൽ ഇൻഫോ, ട്രാവൽ എസ്സേ, ട്രാവൽ ബ്രോഷർ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് പറയുന്നുണ്ട്. ട്രാവൽ ബ്രോഷർ എക്സാമിന് ചോദിച്ചിട്ടില്ല ഇതുവരെ, അത് പഠിക്കണ്ട. ഓക്കെ. പിന്നെ ഇതിൽ ടെൻസ് പറയുന്നുണ്ട്, പ്രോഗ്രസീവ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലുള്ളത്, ട്രിപ്പ് ഓഫ് ലേഹോള. അപ്പോൾ അത് ഫോക്കസ് ഏരിയ ആണോ നോൺ ഫോക്കസ് ഏരിയ ആണോ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ ഈ ലെസനെ കുറിച്ച്, മതി, അത്രയും മതി. ഇനി ബാക്കി ഈ ലെസൺ ബേസ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ദ ട്രിപ്പ് ഓഫ് ലേഹോള അല്ലെങ്കിൽ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു, സുനിതാസ് ഫേവറേറ്റ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അതിൽ കിട്ടും. പഠിക്കുക. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാം ആകുമ്പോൾ അത് പണിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഏകദേശം മെയ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, പഠിച്ചേക്കാം. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൻ്റെ ലൈവ് ചാറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു, കാരണം നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര ചാറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിനി ലൈവ് ചാറ്റ് ഓഫ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് ശ്രദ്ധിച്ച്, എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ്, അത് ഞാൻ ഈ ക്ലാസ്സിന് വീഡിയോ ആയി പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. ഞാനതിന് കഴിയുന്നതും റിപ്ലൈ ചെയ്തു തരാം. ഓക്കെ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ exam. Stay happy. Thanks for watching. Bye bye. Good night. Okay.